നീ ദോശ എങ്ങനെ കഴിക്കുന്നത്? ദോശയും ചമ്മന്തിയും സാമ്പാറും ഇങ്ങനെ മുക്കിയാണോ? അല്ല, ഇവിടെ ഉള്ളവർക്ക് കഴിക്കാൻ അറിയത്തില്ല അത്. എടാ ഞാൻ ദോശ സ്പൂൺ വെച്ച് കഴിക്കുന്നുണ്ട്, അപ്പം സ്പൂൺ വെച്ച് കഴിക്കുന്നു. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം മറ്റേ അവളുടെ കൂടെ മസാല ദോശ കഴിക്കാൻ പോയി. മസാല ദോശ കഴിക്കാൻ പോയപ്പോഴ് ഞാനിങ്ങനെ കുഴച്ച് കഴിക്കുക. അപ്പൊ അവർക്ക് ഞാൻ പറഞ്ഞു നീ ഇങ്ങനെ ഒന്ന് കഴിച്ചു നോക്കാൻ പറഞ്ഞു. ഞാൻ ഇതിനകത്ത് കുഴച്ചിട്ട് ഞാൻ അവർക്ക് വെച്ച് കൊടുത്തു. പറഞ്ഞു ഇങ്ങനെ ആയിരുന്നു കഴിക്കേണ്ടതില്ല. ശരിയാ കേട്ടോ, അതിന് വ്യത്യാസം ഉണ്ട് ആ ടേസ്റ്റിന്. പണ്ട് ഞാൻ ഇതുപോലെ മുക്കിയ കഴിച്ചു. അപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത സാധനമായിരുന്നു ഇഡ്ഡലി. ഇഡ്ഡലിയും ചമ്മന്തി ഉണ്ടാക്കുമ്പോ എനിക്ക് കാണല്ലേ. ഞാൻ ഹോസ്റ്റലിൽ പോയി നിന്നപ്പോ എന്റെ അപ്പുറത്തിരുന്ന ഒരു പയ്യനുണ്ട് പാലക്കാട് നിന്ന്, അവന് കുഴച്ചടിക്കുന്നത്. ഞാൻ പറഞ്ഞു നീ എന്നെ കാണി, ഇതെന്നെ ഷോവോ. ഞാൻ പിന്നെ അതൊന്നും നോക്കി. അതിന്റെ കൂടെ ഞങ്ങൾക്ക് അവിടുന്ന് ഒരു മുട്ടയും കിട്ടും. മുട്ടയും കൂടെ കുഴച്ച സാമ്പാറും ചമ്മന്തി മുട്ടയും ഇതും കൂടെ കുഴച്ച് മറ്റേ ഉപ്പുമാവ് പോലെയാവും. ഇവിടെ എന്നാ ടേസ്റ്റ് ആണ് ഇതിന്. എന്താ പറയാ, ഞാനിങ്ങനെ പെട്ടെന്ന് ഞെട്ടിപ്പോയി. കാരണം ഇതിന് ഇത്രയും രുചിയുണ്ട്. പിന്നെ തൊട്ട് ഞാൻ ഇഡലി വരുമ്പോ ഇങ്ങനെ ഞാനും പണ്ട് എനിക്ക് ഇഡലി ഒന്നും ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഈ ആ ഒരു ടേസ്റ്റ്, ഈ കുഴച്ചടിക്കുന്ന ടേസ്റ്റ് ഇട്ട് കുഴച്ചടിക്കും, അളിച്ചെടുക്കും. അത് നമ്മൾ എത്ര കുഴച്ചാലും ആ കറക്റ്റ് പ്രൊപ്പോർഷനിൽ ആ ടേസ്റ്റ് വരുന്നത്. അതാണ് അത് മാറിപ്പോയാ പിന്നെ കൊള്ളത്തില്ല. ഈ മുട്ടയും കൂടെ ഇട്ടാ ഭയങ്കര രസം. മുട്ടയുടെ ഉണ്ണി എനിക്ക് മുട്ടയുടെ ഉണ്ണി നീ എന്തിനോട് ഇടും. ഇപ്പൊ പുട്ടും കടലയാണെങ്കിലും ഉപ്പുമാവും കടലയും കിട്ടും ഹോസ്റ്റലിൽ. അതിൻ്റെ കൂടെ മുട്ടയും കൂടെ ഇങ്ങനെ കുഴച്ചിടും. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ബാക്കി എല്ലാവരും ഇങ്ങനെ എന്നെ മറ്റേ രീതി തിന്നുന്ന, എനിക്ക് മറ്റേ രീതി കാണുമ്പോൾ എനിക്ക് അവരോട് എനിക്ക് സഹതാപം. ഇവർ ഇത്ര അടിപൊളി സാധനം ഇവിടെ ഉണ്ട്, പക്ഷെ ഇവര് കുഴക്കാനുള്ള മടി കൊണ്ട് ഇത് ട്രൈ ചെയ്ത് കഴിക്കുന്നു.